ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. തൻ്റെ ജനത്തോട്, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച തൻ്റെ ജനത്തോട്, ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളോട് ദൈവം തമ്പുരാൻ, സർവശക്തനായ ദൈവം കാരുണ്യം കാണിക്കും. കാരുണ്യം കാണിക്കും. നിൻ്റെ കുടുംബത്തോട്, തലമുറയോട്, നിയോഗത്തോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാരുണ്യം ഇറങ്ങി വരും. കാരുണ്യം കാണിച്ചു. അടുത്തതോ, കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരം കൊടുത്തു, മറുപടി കൊടുത്തു. ചുമ്മാ ഒരു പ്രാർത്ഥനയല്ല, വില കൊടുത്തു. ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയായിരുന്നു അത്. ഉത്തരം കൊടുത്തു. എന്താ ഉത്തരം? ഇതാ, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു. 3 കാര്യം അവിടെ എഴുതിയിട്ടുള്ളത്: ധാന്യം, വീഞ്ഞ്, എണ്ണ.